റീൽസ് ആൻഡ് റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ ഫസ്റ്റ് ഹീറോയുടെ പ്രീമിയം ഷോറൂമിലാണ്. ഇത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ദിയ ഹീറോ ആണ്. നമുക്കൊരു ഷോറൂം ഒന്ന് കണ്ടിട്ട് വരാം. അതോടൊപ്പം തന്നെ ഇവരുടെ ഏതൊക്കെ വണ്ടികളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും നമുക്ക് അവരോട് ചോദിച്ചിട്ടറിയാം. ഇത് നമ്മുടെ ഹീറോയുടെ വിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് സെഗ്മെൻറ്റിലെ V2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണിത്. V2-ൻ്റെ 3 വേരിയൻസ് ആണ് ഇരിക്കുന്നത്. ഈ 3 വേരിയൻസിനെ പറ്റി നമുക്ക് ചോദിക്കാം. ഇപ്പം ഏതൊക്കെയാണുള്ളത്? ഈ മോഡല് ഇതിൽ സിംഗിൾ ബാറ്ററി ആണ്. ഇതിലും ഡബിൾ ബാറ്ററി, ഇതില് സിംഗിൾ ബാറ്ററി വരുന്നുണ്ട്. ഈ സിംഗിൾ ബാറ്ററി വരുന്ന വേരിയന്റിന്റെ റേഞ്ച് എത്ര വരുന്നുണ്ട്? ഏകദേശം 65 to 70 കിട്ടുന്നുണ്ട്. ഏതൊക്കെ മോഡുണ്ട്? എക്കോ മോഡും ഉണ്ട്, എക്കോയും വരുന്നുണ്ട്, റൈഡ് മോഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ തൊട്ട് മേളത്തുള്ള വേരിയന്റ് ആണ് പ്ലസ് വേരിയന്റ് വരുന്നത്. ഓക്കെ, പ്ലസ് വേരിയന്റിൽ 2 ബാറ്ററീസ് വരുന്നുണ്ട്. 3.4-ന്റെ 2. ഓക്കെ, ഇതല്ലേ ബാറ്ററി? ഇതിപ്പോ റിമൂവബിൾ ബാറ്ററി അല്ലേ? റിമൂവബിൾ ആണ്. ഇത് ചാർജ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ പ്രോ വേരിയന്റിൽ 2 ബാറ്ററി തന്നെ വരുന്നുണ്ട്. ഓക്കെ, പവർ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി 2 മോഡൽസിൽ വരുന്നത് 3.4 kWh ബാറ്ററി സിംഗിൾ വരുന്നു, ഡ്യുവൽ ബാറ്ററി വരുന്നു. ഇതിലും ഡ്യുവൽ ബാറ്ററി തന്നെ, പക്ഷേ 3.9 kWh ബാറ്ററിയാണ് വരുന്നത്. ഈ മിഡ് വേരിയന്റിന് എങ്ങനെ റേഞ്ച് വരുന്നത്? 130 വരെ ഏകദേശം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിനപ്പോ റീജിയൻ ഓപ്ഷനും ഉണ്ട്. അപ്പൊ റീജനറേറ്റീവ് ബ്രേക്കിങ്ങും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഈ ടോപ്പ് വേരിയന്റിന്, അതായത് പ്രോ വേരിയന്റിന് ഏകദേശം എത്ര റേഞ്ച്? ഏകദേശം 150. ഓക്കെ, ഇതിന്റെ കളർ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇരിക്കുന്ന നെക്സസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് ഇരിക്കുന്ന പ്രോയിൽ വരുന്നത്. അതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്ന കളർ ആയിട്ട്. ആ ഒരു കളർ പ്രോ വെർഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ബാക്കി ബേസ് വേരിയൻസിൽ വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് നമുക്ക് സ്പോർട്സ് റെഡ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ തന്നെ മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്. ഓക്കെ, പേൾ വൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറെ കളേഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് വണ്ടിയിൽ. ഓക്കെ, ഇതിന്റെ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതിൽ പോർട്ടബിൾ ആയിട്ട് ചാർജ് ചെയ്യുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് കീ ആണ് വണ്ടിയിൽ വരുന്നത്. സ്മാർട്ട് കീ യൂസ് ചെയ്തിട്ട് വേണം. ഇതാണ് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെന്റ്. ഇപ്പൊ ഈ ബാറ്ററിയാണ് ഈ പുറത്തിരിക്കുന്നത്. ഇതിങ്ങനെ പുറത്ത് ബാറ്ററി എടുത്തിട്ട് നമ്മുടെ ചാർജർ ഇതില് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോർട്ടബിൾ ചാർജ് ചെയ്യുന്നത്. അതായത് നമുക്ക് വീടിനകത്ത് കൊണ്ടുപോയിട്ടും ചാർജ് ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര ടൈം എടുക്കും ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്? 2 ബാറ്ററികൾ 5 മണിക്കൂറാണ് പറയുന്നത്. 2 ബാറ്ററി ചാർജ് ചെയ്യാൻ 5 മണിക്കൂറാണ് പറയുന്നത്. AC ആകുമ്പോഴത്തേക്കും ഫാസ്റ്റ് ചാർജ് ആകുമ്പോഴത്തേക്കും 1 മണിക്കൂറിന് ചാർജ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. നമുക്കിത് പോർട്ടബിൾ ആയിട്ട് അല്ലാണ്ട് വണ്ടിയിൽ ചാർജ് ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണല്ലേ? ഈ പോർട്ടിൽ നമുക്ക് ഡയറക്റ്റ് വണ്ടിയിലോട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോഴാണ് 5 മണിക്കൂർ പറയുന്നത്. പിന്നെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും വണ്ടിയിൽ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ 1 മണിക്കൂറാണ് ഫാസ്റ്റ് ചാർജിങ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഏകദേശം 26 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഒക്കെ, നോർമൽ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഒക്കെ ഇതിനകത്ത് സുഖമായിട്ട് ഇരുന്നോളും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിടയ്ക്ക്
ഒരു സ്മാർട്ട് കീ ആണ് വരുന്നത്. ഇതിലൊരു കീയും കൂടെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ആണ്. സോ വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കീ നമ്മൾ ജസ്റ്റ് നമ്മുടെ പോക്കറ്റിൽ വെച്ചാൽ മാത്രം മതി. വണ്ടി നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് മോട്ടറിന്റെ സ്പെക്ക് എന്താ പറഞ്ഞാൽ പുതിയൊരു മോട്ടറാണ്. മോട്ടറുണ്ട്, ESMS മോട്ടർ എന്നുള്ള മോട്ടറാണ് വണ്ടിയിൽ വരുന്നത്. ഓക്കെ, അതായത് ഇതിൽ നിന്ന് ഡയറക്റ്റ് പവർ അങ്ങോട്ട് പോകും. ചെയിൻ ഡ്രൈവ് അല്ല, ബെൽറ്റ് ഡ്രൈവ് അല്ല. സെൻസർ വരുമ്പോഴത്തേക്കും സെൻസർ തോട്ടിലാണ് വണ്ടിയിൽ വരുന്നത്. ഓക്കെ, സിംഗാമിനാക്കി മോട്ടർ വരും. സിംഗാമിന മോട്ടർ വരുന്നല്ലോ. ഓക്കെ, ഡിസൈൻ അതിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അത് രണ്ട് കൈ ഇങ്ങനെ ഓക്കെ ആ രീതിയിൽ ഡിസൈൻ വന്നിരിക്കുന്നു. ഇതിൽ ഫോളോ മീ ലാമ്പിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. സോ ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റും എല്ലാം നമുക്ക് LED യൂണിറ്റ് ആണ് വരുന്നത്. വിത്ത് ഫോളോ മീ ലാമ്പ് ഫീച്ചേഴ്സും ഉണ്ട് ഈ വണ്ടിക്ക്. സോ അതൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ് നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹീറോയുടെ മാവറിക് 440 ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മാവറിക്കിൻ്റെ ടോപ്പ് വേരിയൻസ് ആണ് ഇരിക്കുന്നത്. ഇത് ഫാൻറ്റം ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. അത് മാറ്റ് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് ബ്ലാക്കിൻ്റെ. ഇത് എനിഗ്മ ബ്ലാക്ക് എന്നുണ്ട്, ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. ഇതിൻ്റെ പേര് എനിഗ്മ ബ്ലാക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ താഴെയുള്ള വേരിയൻസ് എന്ന് പറയുമ്പോൾ ഫിയർലെസ് റെഡ് എന്നുള്ളൊരു കളറും ഉണ്ട്, സെലസ്റ്റിയൽ ബ്ലൂ ഉണ്ട്, ആർട്ടിക് വൈറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത് നമ്മുടെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. മിഡ് വേരിയൻറ്റിൽ ഡയമണ്ട് കട്ട്സ് വരത്തില്ല. ബേസ് വേരിയൻറ്റിൽ സ്പോക്ക് വീൽസും ആണ് വരുന്നത്. സോ ഇതാണ് മാവറിക്കിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്നുള്ള ലുക്ക്. ഇവിടെ നോർമൽ ഹോണും ഇൻഡിക്കേറ്ററും നമ്മുടെ ഹെഡ്ലൈറ്റും പാസ് സ്വിച്ചും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്വിച്ചാണ് ഈ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടും ഹസാർഡും പിന്നെ SOS ബട്ടൺ ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനും അവൈലബിൾ ആണ്, ടോപ്പ് വേരിയൻറ്റിൽ മാത്രം. ഇതിൻ്റെ താഴെയുള്ള 2 വേരിയൻറ്റിൽ ഈ SOS ബട്ടണും ഉണ്ടായിരിക്കുന്നതല്ല, നാവിഗേഷൻ ഉണ്ടായിരിക്കുന്നില്ല. ഇത് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമുള്ളൊരു ഫീച്ചറാണ് ഈ SOS ബട്ടണും നാവിഗേഷൻ്റെ. സോ ഇതിൻ്റെ സ്വിച്ചസ് എന്ന് പറയുമ്പോൾ ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഹസാർഡ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചറാണ്, ടോപ്പ് വേരിയൻറ്റിൽ മാത്രമുള്ളൊരു ഫീച്ചറാണ് SOS ബട്ടൺ എന്നുള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ ഈ ബട്ടൺ ഞെക്കി എമർജൻസി നമ്പറിലോട്ട് നമുക്ക് അതിൻ്റെ മെസ്സേജ് ചെല്ലും. അതേപോലെ തന്നെ ഇതിനകത്ത് ജിയോ ഫെൻസിങ്ങിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്. സോ ഇതിൻ്റെ ഹീറോ ആപ്ലിക്കേഷൻ എന്നൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബ്ലൂടൂത്ത് വഴി വണ്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് സോ ഇതിൻ്റെ ആപ്പ് ത്രൂ നമുക്ക് വണ്ടി റിമോട്ടായിട്ട് നമുക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജിയോ ഫെൻസിങ് വെച്ചിട്ട് നമുക്ക് ഇത്ര കിലോമീറ്റർ ചുറ്റുകളിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഓഫായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഈ ഫീച്ചേഴ്സ് ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. പക്ഷേ ടോപ്പ് വേരിയൻറ്റിൽ ഈ ജിയോ ഫെൻസിങ് ഫീച്ചേഴ്സും SOSും വരുന്നില്ല. ബേസ് വേരിയൻറ്റിൽ ബാക്കിയുള്ള നോർമൽ ബ്ലൂടൂത്ത് ഫീച്ചേഴ്സ് മാത്രമേ വരുത്തുള്ളൂ. ഇതിന് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് LED തന്നെയാണ് വരുന്നത്, ഹാലജൻ വരുന്നില്ല. ഇതിൻ്റെ സസ്പെൻഷൻ വന്നേക്കുന്നത് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഡിസൈൻ ആയി കാണുന്നത് നമ്മൾ വണ്ടി പുറത്ത് വെച്ചിട്ട് വേറൊരു വീഡിയോ കൂടെ എടുക്കാം. സോ ഇതിൻ്റെ ഈ ഒരു ചെറിയ എക്സോസ്റ്റ് ആണ് നമ്മുടെ X440 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ എക്സോസ്റ്റ് കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിറ്റ് റിഡക്ഷൻ ഈ ഒരു വണ്ടിക്ക് പോകുന്നുണ്ട്. ഏകദേശം ഒരു 5-6 കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ടെന്നാണ് സ്പെക്കിൽ കാണുന്നത്. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ഫ്രണ്ട് 110, ബാക്കിൽ 140. ഈ ഡിസ്കിൻ്റെ ഈ സൈസ് കാണുമ്പോഴത്തേനും അറിയാം ഇതിൻ്റെ അടിപൊളി ബ്രേക്കിംഗ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ ഡ്യുവൽ ചാനൽ ABSും ആണ് വരുന്നത്, ബാക്കിലും ഡിസ്ക്കാണ്. സോ ഇതാണ് അടുത്ത വണ്ടി, നമ്മുടെ ഹീറോയുടെ തന്നെ എക്സ്ട്രീം 164V ആണ് ഇരിക്കുന്നത്. അതായത് സെഗ്മെൻറ്റിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ബൈക്ക് എന്നാണ് ഈ വണ്ടിയെ പറ്റി പറയുന്നത്. എക്സ്ട്രീം 160 വരുന്നത് ഒരു 160cc 4 വാൽവ് SOHC എഞ്ചിനാണ്. സിംഗിൾ ഓവർ ക്യാം ഷാഫ്റ്റാണ് വരുന്നത്. എന്നാലും ഈ 4 വാൽവ് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഫാസ്റ്റാണ്, നല്ല കിക്കാന്നാണ് പറഞ്ഞത്. ഏകദേശം 4 സെക്കൻഡ്സിനുള്ളിൽ 0 to 60 ഇത് അച്ചീവ് ചെയ്യുന്നതാണ് പേപ്പേഴ്സിൽ പറയുന്നത്. സോ ഇപ്പം ചേഞ്ചസ് ഒന്നും ഉണ്ടെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അത് കുറയാനും ചാൻസ് ഉണ്ട്. എക്സ്ട്രീം 160Rനും നമ്മൾ മാവറിക്കിൽ കണ്ടതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ടേൺ ബൈ ടേൺ നാവിഗേഷൻസും സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്.
ബാക്കിയെല്ലാം നോർമലാണ്. ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള കിൽ സ്വിച്ചും സ്റ്റാർട്ട് ബട്ടണും ഹസാഡ്. ഇതിന് SOS ഇല്ല. നോർമൽ ഇൻഡിക്കേറ്റർ, ഹൈ ബീം, ലോ ബീം, പാസ് ഫ്രണ്ടിലാണ്, ഹോൺ. ഇതിനൊരു കുട്ടി എക്സോസ്റ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ചെറിയ എക്സോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ വെയിറ്റ് വലുതായിട്ട് വരത്തില്ല. ഇതിന് നല്ലൊരു സൗണ്ടുമാണ് ഇതിൻ്റെ. ഇതിപ്പം ടെസ്റ്റ് റൈഡ് വണ്ടിയല്ല, നമുക്ക് ടെസ്റ്റ് റൈഡ് വണ്ടിയിൽ സൗണ്ട് വേറെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് റൈഡ് വണ്ടിയിൽ സൗണ്ട് നമുക്ക് കേൾപ്പിക്കാം. 160ക്ക് മാവറിക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് USD KYBയുടെ USB ഫോർക്കാണ് വരുന്നത്. സോ അതൊരു അടിപൊളി ഫീച്ചറാണ്. 160യുടെ നേരത്തെ വേരിയൻറ്റിന് ഇങ്ങോട്ട് 4 വീലോട്ട് അപ്ഡേറ്റ് വന്നപ്പോൾ ഏറ്റവും മേജർ ഒരു ചേഞ്ച് ആയിരുന്നു ഈ ഒരു USD ഫോർക്ക് എന്നുള്ള സംഭവം. നെക്സ്റ്റ് വണ്ടി നമ്മുടെ ഹാർലി X440 ആണ് ഇവിടെ ഉള്ളത്. സോ ദിസ് ഇസ് ദ ടോപ്പ് വേരിയൻറ്റ്. X440യുടെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് S വേരിയൻ്റ് ആണ് ഈ ഇരിക്കുന്നത്. സോ മാറ്റ് ബ്ലാക്ക് കളർ വരുന്നുണ്ട്. ഇതിനും നമ്മൾ മാവറിക്കിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ കണ്ട പോലെ തന്നെ SOS വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഉള്ള മെനൂസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നമുക്ക് നാവിഗേഷൻ ബട്ടൺസ് ഇവിടെ വരുന്നുണ്ട്. മാവറിക്കിൽ അത് കണ്ടില്ല. സോ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൽ ഈ ഒരു സ്വിച്ച് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് X440യുടെ ഗോൾഡ് ഫിഷ് സിൽവർ എന്ന് പറഞ്ഞിട്ട് ഒരു കളറാണ്. മിഡ് വേരിയൻ്റ് ആണ് ഇത് ആക്ച്വലി. സോ മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് SOS ബട്ടൺ ഇല്ല. S വേരിയൻ്റിനകത്ത് SOS ബട്ടണും ഉണ്ട്. GFNCൻ്റെ എല്ലാ ഫങ്ഷൻസും നമ്മുടെ മാവറിക്കിൽ കണ്ട പോലെ ഇതിനകത്തും ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മിഡ് വേരിയൻറ്റിൽ വരുമ്പോൾ SOSും ഇല്ല, GFNCൻ്റെ ഫീച്ചേഴ്സും ഇല്ല. പക്ഷേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹാർലി കണക്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ത്രൂ ആണ് നമ്മൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതും സെയിം X440യുടെ മിഡ് വേരിയൻ്റ് ആണ്. ഇത് മിഡ് വേരിയൻറ്റ് മെറ്റാലിക് തിക്ക് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ ഓപ്ഷനാണ്. ഇത് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഇതൊരു മിഡ് വേരിയൻ്റ് ആണ്. പക്ഷേ ഇത് പുതിയ ആയിട്ട് ലോഞ്ച് ചെയ്തൊരു മോഡലാണ്. കളർ ഓപ്ഷൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കളർ ഓപ്ഷനാണ്. ഇതിൻ്റെ പേര് മസ്റ്റാർഡ് യെല്ലോ എന്നുള്ള ഒരു കളർ ഓപ്ഷനാണ് ഇത്. സോ ഇത് ആക്ച്വലി ഇതിൻ്റെ X440യേക്കാളും കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് ടാങ്കിൽ മാത്രം യെല്ലോ വരുന്നുണ്ട്. ഇതിൻ്റെ മഡ് ഗാർഡിൽ ഉൾപ്പെടെ യെല്ലോ കളർ വരുന്നുണ്ട്. പിന്നെ ടോൺ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ടാങ്കിൽ നമുക്ക് സ്റ്റിക്കറും ഉണ്ട്, 3D ലോഗോയും കാണാം. 3D ലോഗോയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇപ്പം നേരത്തെ മോഡൽസിന് നമുക്ക് സ്റ്റിക്കറായിരുന്നു മിഡ് വേരിയൻറ്റ് വന്നുകൊണ്ടിരുന്നത്. സോ ഇപ്പോഴത്തെ മിഡ് വേരിയൻറ്റിന് ആക്ച്വലി 3D ലോഗോ തന്നെയാണ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിലുള്ള പോലെ തന്നെ വിത്ത് സ്റ്റിക്കർ തന്നെയാണ്. ഹാർലിയിൽ നമുക്ക് USD ഫോർക്ക് കിട്ടുന്നുണ്ട്. മാവറിക്കിൽ നമുക്ക് ടെലിസ്കോപ്പിക് ആണ് വരുന്നത്. ഇതിനകത്ത് USD ഫോർക്ക് വരുന്നുണ്ട്. ചെറിയൊരു ട്രാവലാണ് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് ഓഫ് റോഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹമ്പൊക്കെ നമുക്ക് ചാടി പോകാനേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ്. സോ ഇതിനെപ്പറ്റി പലർക്കും പല അഭിപ്രായമാണ്. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും. ആൻഡ് ഇതിൻ്റെ സൗണ്ടാണ് ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പേറ്റൻറ്റഡ് ആയിട്ടുള്ളൊരു സൗണ്ട് എക്സോസ് നോട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ എക്സോസ് നോട്ടിൻ്റെ ഇത് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഹീറോയുടെ എക്സ്പൾസിൻ്റെ പ്രോ വേരിയൻറ്റ്. X-Pulse 100 Pro എന്നുള്ള വേരിയൻ്റ്. ഇതിന് 4 വാൽവ് എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ചധികം നോർമൽ വേരിയൻറ്റ് കുറച്ചധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിന്, SOS ബട്ടൺ ഉൾപ്പെടെ. സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിരിക്കും. സോ X440 ഓണേഴ്സ് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഇരിക്കുന്നത്. X440 Harley-Davidson X സീരീസിൻ്റെ ഹെൽമെറ്റ്. സോ ഇത് നമ്മുടെ ആലപ്പുഴ ദിയയുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഇതിൻ്റെ ഇവിടെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇത് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. X440യുടെ മാത്രമല്ല നമ്മുടെ എക്സ്പൾസിന് വേണ്ടിയിട്ടുള്ള ഹെൽമെറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. സോ ഹെൽമെറ്റും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ദിയ ഹീറോയുടെ പ്രീമിയ ഷോറൂമിൽ, ആലപ്പുഴയിലെ പുതിയ പ്രീമിയ ഷോറൂമിൻ്റെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.